പ്രസിഡന്റ്. നമസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വയം പരിചയപ്പെടുത്തും. സുകന്യ അല്ലേ? സുകന്യ, ഇവിടെ പഞ്ചായത്ത് ആരുടെ? LDF ആണോ UDF ആണോ? CPM ഒറ്റയ്ക്കാണ്. CPI ഇല്ല. CPM ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്താണ് അല്ലേ? എത്രയുണ്ട് ഭൂരിപക്ഷം? 9 പേര്. കോൺഗ്രസ് എത്ര ഉണ്ട്? 5 പേര്. കോൺഗ്രസ് 5. BJP ഉണ്ടോ? ഒരാൾ. 9-5-1. കോൺഗ്രസ്സുകാരെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ നമ്മുടെ ഇവിടെ പഞ്ചായത്തിൽ നിന്ന്? എത്തിയിട്ടില്ല. എത്തുമായിരിക്കും. എങ്ങനെ മൊത്തത്തിലൊരു മണ്ഡലത്തിലെ രാഷ്ട്രീയ സാധ്യത? LDFിലായിരിക്കും സ്വാഭാവികമായിട്ടും. തോമസ് ചാഴിക്കാടൻ എന്തായിരിക്കും പറയുന്നത്? തോമസ് ചാഴിക്കാടൻ. പക്ഷേ സപ്ലൈകോയിൽ സാധനമൊന്നും ഇല്ല എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഇന്നിപ്പോ ഈസ്റ്ററിന് ചന്ത തുറന്നു വെച്ചിട്ട് സപ്ലൈകോ ചന്തയിൽ സാധനമൊന്നും ഇല്ല. എത്തുമായിരിക്കും. ഈസ്റ്റർ കഴിയുമ്പോഴേക്കെങ്കിലും തീർച്ചയായിട്ടും എത്തുമായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളത്. പക്ഷേ ബുദ്ധിമുട്ടാണ് മൊത്തത്തിൽ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ പെൻഷൻ ഉൾപ്പെടെയുള്ളത് വന്നു തുടങ്ങിയല്ലോ. ഒരു ഇനിയിപ്പോ ഏപ്രിലിനുള്ളിൽ 2 മാസത്തെ ഒന്നിച്ച് നൽകും. അപ്പൊ അതൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെയാണ്. നമുക്ക് കിട്ടാൻ കുറച്ച് പൈസ കിട്ടാനുണ്ടല്ലോ. അതെല്ലാം കിട്ടിക്കഴിഞ്ഞ ഒരു ജനകീയ സർക്കാർ എന്തായാലും അത് നൽകും തന്നെ നമുക്ക് ഉറപ്പുണ്ട്. ചെമ്പിനെ കുറിച്ചുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. നാടിനെ കുറിച്ച് അഭിമാനം. നമ്മളിപ്പോ ഈ ലോകത്തിലെ ആളുകളുടെ തുറന്നു വെച്ചേക്കുക ചെമ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ഭംഗി. അപ്പൊ അതൊരു അഭിമാനമൊക്കെ തോന്നും. അപ്പൊ മത്സരത്തിൽ ഇപ്പോ എന്തായാലും LDFിന് മുൻതൂക്കം ഉണ്ടെന്നാണോ പറയുന്നത്? ആണോ? നിങ്ങളൊക്കെ പ്രചരണത്തിലുള്ള ശക്തമാണോ? ശക്തമാണ്. നമുക്ക് തോമസ് ചാഴിക്കാടൻ എം പി എന്തിനാ തോമസ് ചാഴിക്കാടൻ ഇവിടെ ജയിക്കേണ്ട വികസനങ്ങൾ വേണം. നമുക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷമൊക്കെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ബാലയിലെ ബ്രഹ്മമംഗലം എന്ന് പറയുന്ന റൂട്ടുണ്ട്. ആ റൂട്ടില് നമുക്ക് പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ജനപ്രതിനിധികൾക്ക് അവരുടെ ഫണ്ട് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വലിയൊരു കാട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്കൂളുണ്ട്. സ്കൂളിന് വേണ്ടി വാഹനം നൽകി. അതുപോലെ സാധാരണ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായങ്ങളാണ് കിട്ടാറ്. പക്ഷെ MPയുടെ ഫണ്ടുകൾ കിട്ടുന്നത് ആദ്യമായിട്ടും ഈ പറയുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതും വലിയ തിരിച്ചടിയാവില്ല. ഇല്ല, അങ്ങനെ വരില്ല. കാര്യം അതൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് നമസ്കാരം. ഇവിടെയാണോ? ചെമ്പലാണോ? കോൺഗ്രസ് ആണോ? CPM ആണോ? ഞാൻ ഇടതുവിശ്വാസിയാണ്. ഇവിടെ ചേട്ടാ മൊത്തത്തിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ മണ്ഡലത്തില്? ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ ആർക്കാ സാധ്യത? അരുൺ, ഞാൻ ഈ വേദിയിൽ രാഷ്ട്രീയം പറയുവാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ വർഷങ്ങൾ മാറി മാറി വരുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അത് ഒരു വേള UDF ആകാം, LDF ആകാം. പക്ഷെ മിക്കവാറും സ്ഥായിയായ ഒരു മാറ്റം കേരളത്തിൽ ഈയിടെ കുറച്ച് കണ്ടെങ്കിലും പക്ഷെ പിന്നീടുള്ള തുടർചലനത്തിൽ അതൊന്നും വ്യക്തത വരാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ 2ാം പിണറായി സർക്കാർ 1ാം പിണറായി സർക്കാർ പോലെ ശോഭിക്കുന്നില്ല. അങ്ങനെ പറയുന്നില്ല. എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇത് ഗ്രാമം, ഈ ഗ്രാമത്തിന്റെ ദേശീയപാത സംസ്ഥാന പാതയിൽ ഈ ഒരു ഗ്രാമപാതയിൽ നിങ്ങൾ ഏവരും റിപ്പോർട്ടർ ചാനൽ ഞങ്ങളെ കണ്ടെത്തുന്നതിനും ഞങ്ങളുടെ വിവരങ്ങൾ പൊതുവിഭാഗത്തിൽ പൊതുജനങ്ങൾ സമക്ഷം അവതരിപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രവർത്തകർക്ക് ഏവർക്കും ഈസ്റ്റർ വിശുദ്ധിനാശംസ. താങ്ക് യു. അപ്പൊ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു തരാത്തൊരു രാഷ്ട്രീയവും ഉണ്ട്. അപ്പൊ അത് ഓരോ വോട്ടർമാരുടെയും വിലയിരുത്തലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്തെ കേരള കോൺഗ്രസുകാരുടെ തട്ടകമാണല്ലോ. പക്ഷേ വൈക്കത്ത് പൊതുവെ ഒരു ഇടതിന്റെ സ്വഭാവമുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. എന്നാൽ വൈക്കം സത്യാഗ്രഹമടക്കം അതിൻ്റെ 100 വർഷമാകുന്നു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ തുടക്കം. 100 വർഷത്തിന് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1924 മാർച്ച് മാസം 30-ാം തീയതിയാണ് സത്യാഗ്രഹം ആരംഭിക്കാൻ വേണ്ടി 3 പേർ മുന്നിലേക്ക് പോകുന്നതും അതിനുശേഷം ആ തീണ്ടാരിപ്പലക കടന്നുപോയി അറസ്റ്റ് വരിക്കുന്നതുമെല്ലാം. അത് ചരിത്രമാണ്. അപ്പോൾ കോൺഗ്രസിനും ആഴത്തിൽ വേരുള്ളൊരു മണ്ണ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വൈക്കവും കോട്ടയവും ഇത്തവണ ആർക്കനുകൂലമായി ചിന്തിക്കുമെന്നതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നതും. അതിനെന്ത് മറുപടി വരുന്നു എന്നൊക്കെ നമുക്ക് കേൾക്കാം. ഒപ്പം വാർത്തയിലെ വർത്തമാനങ്ങളും പാട്ടും ഒപ്പം ഇനിയൊരു കോമഡി സ്കിറ്റും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് തുടരാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിനാശംസകൾ.